10 വർഷത്തോളം അധികാരമില്ലാത്തൊരു പാർട്ടി, ഒരു കോർപ്പറേഷൻ സ്ഥാനം പോലും ഇല്ലാത്ത പാർട്ടി, കോടിക്കണക്കിന് രൂപ ബാങ്ക് ബാലൻസ് ഇല്ലാത്ത, പാർട്ടി ഫണ്ടില്ലാത്ത, പ്രവർത്തന ഫണ്ടില്ലാത്ത ഒരു പാർട്ടി. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഈ പാർട്ടിയെ സ്നേഹിക്കുന്നു. കാരണം വിവിധ ജാതി മതത്തിൽപ്പെട്ടവർ, വിവിധ പാർട്ടിക്കാർ ലീഗിലേക്ക് വരുന്നു. എന്തുകൊണ്ട്? അവർക്ക് പറയാനൊന്നേ ഉള്ളൂ, ചേർത്ത് പിടിക്കൽ, കാരുണ്യം, സ്നേഹം. ഇതുതന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ മുഖമുദ്ര. തെരഞ്ഞെടുപ്പിന് ശേഷവും തെരഞ്ഞെടുപ്പിന് മുമ്പും അധികാരം ലഭിക്കും എന്നുള്ളൊരു സൂചന പോലും ഇല്ലാതിരുന്ന കാലത്തും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തന മികവ് കൊണ്ട്, പ്രവർത്തന ശൈലി കൊണ്ട് ജനങ്ങളെ കൂട്ടിപ്പിടിക്കുന്ന, ജനങ്ങളെ തമ്മിലടിപ്പിക്കാതെ ജനങ്ങളുമായി സൗഹാർദ്ദം പങ്കിടുന്നൊരു പാർട്ടി എന്ന നിലയിൽ ലീഗിലേക്ക് ധാരാളം ആൾക്കാർ കടന്നു വരുന്നു. അവർ സ്ഥാനം മോഹിച്ചല്ല, എന്തെങ്കിലും വകുപ്പിന് മേധാവിത്വം മോഹിച്ചല്ല, ലീഗിൻ്റെ വാഗ്ദാന പൂരണങ്ങൾ, വാഗ്ദാനം ലംഘിക്കാത്ത പാർട്ടി. അതാണ് മുസ്ലിം ലീഗിനെ കേരളത്തിലെ ജനങ്ങൾ അങ്ങോളം ഇങ്ങോളം ചേർത്ത് നിർത്തുന്നത്. പക്ഷേ ഇപ്പോഴുള്ള ഈ ലീഗിലേക്കുള്ള ഒഴുക്ക് ഭരണം കിട്ടുമെന്ന പ്രതീക്ഷയിലാണോ, അതല്ല എന്തെങ്കിലും സ്ഥാനമാനക്ക് വേണ്ടിയാണോ എന്നുള്ളതും സംശയിക്കേണ്ടിയിരിക്കുന്നു. എല്ലാവരെയും ഉൾക്കുന്ന പാർട്ടിയാണ് ലീഗിലെങ്കിലും ലീഗിൻ്റെ അസ്തിത്വം എന്നത് ഒരു മുസ്ലിം ഐഡൻറ്റിറ്റിയാണ്. ആ ഐഡൻറ്റിറ്റി കാത്തി സൂക്ഷിക്കാൻ അവർ ഇക്കാലത്ത് മാത്രം ശ്രമിച്ചിട്ടുണ്ട്. കൂടെ വിശ്വാസപരമായ കാര്യങ്ങളിലും അവർ കൂടുതൽ നിഷ്കർഷ പുലർത്തുന്നവരാണ്. പക്ഷേ മറ്റു മതങ്ങളുടെ ആരാധനാ കാര്യങ്ങളിലോ ആചാരങ്ങളിലോ മുസ്ലിം ലീഗ് യാതൊരുവിധ നിർബന്ധം പിടിക്കാറില്ല. അവർക്ക് അവരുടെ മതം, നമുക്ക് നമ്മുടെ മതം. അതാണ് ലീഗിൻ്റെ ഒരു നയം. ആ നയം കൊണ്ട് തന്നെയാണ് അകറ്റി നിർത്തലില്ല, താഴ്ത്തിക്കെട്ടലില്ല, പിന്നീട് അധികാരം കിട്ടിയാൽ മാറ്റി നിർത്തപ്പെടുന്നില്ല. ആ ഒരു ചിന്താഗതിയാണ് ഈ അടുത്ത കാലത്തും കൊല്ലത്തും അതുപോലത്തുള്ള പല മേഖലകളിലുമുള്ള വിവിധ പാർട്ടികളിലുള്ളവർ ഈ ലീഗിലേക്ക് വരുന്നത് തന്നെ. എന്തായാലും ലീഗ് തളരുകയല്ല, വളരുകയാണ് എന്നുള്ളതാണ് ഈ സാഹചര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.